Hi dears, welcome back to Dream Alphabets 25 classes. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടിപ്സ് ഫോർ PSC പാർട്ട് 3 ഇംഗ്ലീഷ് ഗ്രാമർ. സോ നമ്മൾ ഒന്നും രണ്ടും പാർട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് കാണുക. അതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് PSC ഇംഗ്ലീഷിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതെങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്തെടുക്കാം എന്നുള്ളതുമാണ്. സോ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിൽ ടിപ്സിലൂടെ നമുക്ക് വേഗത്തിൽ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അല്ലാതെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. ആ മീനിങ്ങും കാര്യങ്ങളും ടെൻസും ഒക്കെ നോക്കേണ്ടുന്നത് വേറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എങ്കിലും നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതുവഴി ഈ ഒരു ടിപ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് മാർക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്താം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2 ടിപ്സാണ്. ഏതൊക്കെയാണ് ആ 2 ടിപ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹാർഡിലി. ഒരു സെൻറ്റൻസിൽ ഹാർഡിലി എന്നൊരു വേർഡ് നിങ്ങൾ കാണുകയാണെങ്കിൽ, ഹാർഡിലി എന്ന് പറയുന്ന ഒരു വേർഡ് കാണുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതിനോടൊപ്പം വെൻ ആണ് യൂസ് ചെയ്യുന്നത്. വെൻ. ഹാർഡിലി അതിനോടൊപ്പം ഏതാണ് യൂസ് ചെയ്യുന്നത്? വെൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഹാർഡിലി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡാണ്. അത് ആ കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കണമെന്നില്ല. ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു വേർഡ് അവിടെ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, വി ഹാഡ് ഹാർഡ്ലി വാക്ക്ഡ് ഇൻ ഡാഷ് ദ ഫോൺ ഡ്രാങ്. ഇവിടെ ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്ങോ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറോ അല്ലെങ്കിൽ ടെൻസോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഏത് വേർഡുണ്ട്? ഹാർഡ്ലി എന്ന് പറയുന്നൊരു വേർഡുണ്ട്. അപ്പോൾ ഹാർഡിലോടൊപ്പം നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടുന്നത്? വെൻ ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന കാര്യം മാത്രം നമ്മൾ ഓർമ്മയിൽ വെച്ചാൽ മതി. ഹാർഡിലിയോടൊപ്പം എപ്പോഴും നമ്മൾ വെൻ ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് മാത്രം മനസ്സിൽ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ അവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. ദാൻ, ദെൻ, വെൻ, ബട്ട്. ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, കറക്റ്റ് ആൻസർ ഈസ് വെൻ. വെൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ, ഹാർഡിലിയോടൊപ്പം എപ്പോഴും വെൻ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ടിപ്പാണ് എൽസ്. എൽസ് എന്ന് പറയുന്നൊരു വേർഡ് നമ്മുടെ ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ വരികയാണെന്ന് വെച്ചോ. അപ്പോൾ ആ സെൻറ്റൻസിനോടൊപ്പം ആ ഒരു എൽസ് എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ ചേർക്കേണ്ട മറ്റൊരു വേർഡാണ് ബട്ട്. എൽസിനോടൊപ്പം എന്താണ് വരുന്നത്? ബട്ടാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഷീ ഹാഡ് നത്തിങ് എൽസ് ടു ഡു ഡാഷ് ക്രൈ എന്നാണ്. ഇവിടെ ഈ മീനിങ്ങും കാര്യങ്ങളും ഒന്നും നോക്കണ്ട. എൽസ് എന്ന് പറയുന്നൊരു വേർഡ് അവിടെ കണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഒരു വേർഡ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് എൽസ് എന്ന് പറയുന്ന വേർഡ്. ആ ഒരു വേർഡ് ആ സെൻറ്റൻസിൽ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എൽസ് വന്നാൽ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരേണ്ട കാര്യം എന്താണ്? എൽസിനോടൊപ്പം ബട്ടാണ് ചേർക്കേണ്ടത്. സോ ഇവിടെ ഓപ്ഷൻസ് നോക്കിക്കേ. ദാൻ, ഇനഫ്, ബട്ട്, വെൻ. ഇവിടെ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ബട്ട്. ഓക്കെ, അപ്പോൾ എൽസിനോടൊപ്പം ബട്ടും വരും, അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ്ലിയോടൊപ്പം വെന്നും വരും. ഈ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഓർമ്മയിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. സോ ഇതുപോലുള്ള ഈസി ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.